This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച UP സ്കൂൾ കെട്ടിടത്തിന്റെയും ക്ലാപ്പ് പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. നവീകരിച്ച UP സ്കൂളിന്റെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ഫാദർ മാണി മേൽവട്ടം നിർവഹിച്ചു. സ്കൂളിൽ പുതിയതായി ഒരുക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു. ചടങ്ങിൽ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി അധ്യക്ഷത വഹിച്ചു. സന്ദീപ് വാര്യർ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ സജി കണ്ണന്താനം സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു മാരിപ്പുറത്ത്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാർട്ടിൻ പാഴുപറമ്പിൽ, PTA പ്രസിഡന്റ് ഷാജി തോണക്കര, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു തോമസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. USS NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. സെന്റ് തോമസ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജോസുകുട്ടി തോമസ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ വിദ്യാർത്ഥിനികളെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകല വിജ്ഞാനത്തിന്റെ ഓരോടമായ ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കും. ഞങ്ങളുടെ മധ്യയുള്ള അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങളെ പറയുന്നു. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും നിരന്തരം വളർന്ന മിശിഹായി ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുന്നുള്ള പരിശ്രമങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വളരുന്ന തലമുറയെ അങ്ങയുടെ പൈതൃകമായ പരിപാലനം കാത്ത് സംരക്ഷിക്കുകയും വിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നിറയ്ക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസമായി ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ വിദ്യാലയം അങ്ങ് ആശീർവദിക്കണമേ. ജ്ഞാനസമ്പാദനത്തിനായി ഇവിടെ വരുന്നവരെ അങ്ങ് അരൂപിയുടെ ദാനങ്ങളാലും ഫലങ്ങളാലും സമ്പന്നരാക്കണവരുടെ സേവനം ചെയ്യാൻ പോകുന്ന അധ്യാപകരെ പ്രബോധനപരവും അർപ്പണബോധവും നിർമ്മല സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ. ഇവിടെ പഠിക്കുവാനിട വരുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളെയും വിദ്യാലയത്തിന്റെ നിർമ്മാണത്തിനായി അധ്വാനിക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിജ്ഞാനം, വിശുദ്ധി, സ്നേഹചൈതന്യവും ത്യാഗമനോഭാവവും ചേർന്ന തലമുറകൾക്ക് രൂപം നൽകുവാൻ ഈ സ്ഥാപനം പ്രാപ്തമാകട്ടെ. ഇന്നത്തെ തിരുക്കന്മുകൾ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരുടെയും മേൽ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മളെല്ലാം ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു MLA നമ്മൾക്ക് ഈ ചടങ്ങിലേക്ക് ലഭിച്ചു എന്നുള്ളതാണ്. മറ്റൊന്നത് 1960 ആരംഭിച്ച സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അന്നുണ്ടായിരുന്ന ആ പഴയ കെട്ടിടം ഇന്ന് ഈ തോമാപുരത്ത് പരിസരത്തുമുള്ള ഒട്ടേറെ ആൾക്കാർ പഠിച്ച് ഇറങ്ങിയ ആ കെട്ടിടത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ വെഞ്ചരിപ്പ് ആയിരുന്നു. അതോടൊപ്പം വിദ്യാരംഗ കലാസാഹിത്യ വേദികളുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം, അതൊക്കെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ്. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി നടത്തുന്ന ക്ലാപ്പ് എന്ന അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം, അതിന്റെ ഉദ്ഘാടനം. സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി ആയി പഠിച്ച ഒരു ആളെന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടം കാണുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ച തോമാപുരം സ്കൂളിൽ പഠിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അത് അതേപടി അതിനൊരു മാറ്റവും ചെയ്യാതെ കുറച്ചുകൂടി സൗകര്യങ്ങൾ അതിന് സജ്ജമാക്കിക്കൊണ്ട് ഇന്ന് UP സ്കൂളായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ സ്കൂളാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക അധ്യാപകരും അതുപോലെ ഞാനും PTA പ്രസിഡന്റും ഒക്കെ ഈ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾക്ക് UP സ്കൂളിൽ തന്നെ ആ ക്ലാസ് മുറി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ഭാഗ്യം. കുട്ടിക്കാലമാണോ? എൻ്റെ അമ്മ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു. അമ്മ പ്രധാന അധ്യാപികയായിട്ടുള്ള ആ
സ്കൂളിൽ തന്നെയായിരുന്നു എൻ്റെ UP സ്കൂൾ വിദ്യാഭ്യാസം. അന്ന് ഞാൻ പഠിച്ച സ്കൂൾ കെട്ടിടവും ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ഒരുപക്ഷെ റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ആ കെട്ടിടം ഇതുപോലെ തന്നെയായിരിക്കും. എനിക്ക് ഈ കെട്ടിടത്തിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് ആ കെട്ടിടത്തിലെ സ്റ്റാഫ് റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ അന്ന് എന്നോടൊപ്പമില്ല, മരിച്ചുപോയി. എൻ്റെ അമ്മയാണ് എന്നെ കൈവച്ച് ഒരുപക്ഷെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റാഫ് റൂമിൽ വളർന്ന കുട്ടിയാണ്. എൻ്റെ കുട്ടിക്കാലം ഒരു സ്റ്റാഫ് റൂമിലായിരുന്നു. കാരണം എന്നെ നോക്കാൻ വേണ്ടി എൻ്റെ അമ്മ നിയോഗിച്ചിരുന്നത് സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരായിരുന്നു. അവരാണ് എന്നെ സ്നേഹിച്ച് വളർത്തിയത്. പിന്നീട് സ്കൂളിലൊക്കെ നല്ല രീതിയിൽ എന്നെ പഠിപ്പിച്ചതൊക്കെ അവരായിരുന്നു. ആ അധ്യാപകരെയൊക്കെ ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. എന്തായാലും ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ച വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ മാനേജ്മെന്റിനെ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ പഴയ ഒരു ബിൽഡിംഗ് പൊളിച്ചു കളയാനായിരിക്കും ഏറ്റവും ആദ്യം ആലോചിക്കുന്നത്. പക്ഷെ അതിനെ റിനോവേറ്റ് ചെയ്ത് ഒരുപക്ഷെ എത്രയോ തലമുറകൾ പഠിച്ചു പോയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഈ നാട്ടിൽ എത്രയോ തലമുറകൾ ഏതാണ്ട് 2-3 തലമുറകളിലധികം പഠിച്ചു പോയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഒരുപാട് ഗൃഹാതരമായിട്ടുള്ള ഓർമ്മകൾ എല്ലാവരിലും അവശേഷിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് പൊളിച്ചു കളയുക എന്ന ഒരു മിനിറ്റ് നേരത്തെ തീരുമാനം മാത്രമായിരിക്കും. പക്ഷെ അത് നിലനിർത്തുക എന്നുള്ള തീരുമാനമുണ്ടോ, അതിനെ അഭിനന്ദിക്കാൻ ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ വിദ്യാലയങ്ങളൊക്കെ പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കളഞ്ഞപ്പോൾ പുതിയ വലിയ ബിൽഡിങ്ങിൽ പോകുന്ന കാലം അവിടെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും. നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിന് ആ ബിൽഡിങ്ങിൽ ഒരുപാട് ഓർമ്മകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് നിലനിർത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ആശീർവാദം കൂടി ഇനി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. വളരെ മനോഹരമായിട്ട് തന്നെ അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.